കേരള സർവകലാശാലയിൽ ക്രിമിനൽ കേസിൽ പ്രതികളായാൽ അഡ്മിഷൻ നൽകില്ലെന്ന തീരുമാനത്തിൽ ഉറച്ച് VC മോഹനൻ കുന്നുമ്മൽ. എല്ലാ കോളേജുകൾക്കും സർവകലാശാല സർക്കുലർ അയച്ചു. പ്രവേശനം നേടുന്നവർ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് സത്യവാങ്മൂലം നൽകണം. സത്യവാങ്മൂലം ലംഘിച്ച് കേസിൽ പ്രതികളായാൽ നടപടിയെടുക്കാമെന്നും സർക്കുലറിൽ പറയുന്നു. ഗോപാൽ ശിലാസനൽ നമുക്കൊപ്പം. ഗോപാൽ ശിലാസനൽ, ഇത് വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്കടക്കം ബുദ്ധിമുട്ടാകുന്ന ഒരു തീരുമാനമാണല്ലോ. ഈ പ്രവേശന നടപടികളിൽ ഇക്കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കുമോ VCക്ക്? നടപ്പിലാക്കിയേ പറ്റൂ എന്ന തരത്തിലേക്കുള്ളൊരു നിലപാടാണ് സുജിയ ഇപ്പോൾ വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ എടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം. ബന്ധപ്പെട്ട യോഗത്തിൽ VCയും സിൻഡിക്കേറ്റ് അംഗങ്ങളും അടക്കം ചേർന്ന് തീരുമാനമെടുത്തിരുന്നു. അതായത് സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ക്രിമിനൽ കേസുകൾ പ്രതികളാവാൻ പാടില്ല എന്നതായിരുന്നു അതിൽ പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ തുടർ നടപടികൾ വേഗത്തിലാക്കിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് എല്ലാ കോളേജുകൾക്കും സർവകലാശാല സർക്കുലർ അയച്ചിട്ടുണ്ട്. പ്രവേശനം നേടുന്നവർ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് സത്യവാങ്മൂലം നൽകണം. സത്യവാങ്മൂലം ലംഘിച്ചാൽ അതുമായി ബന്ധപ്പെട്ട നടപടി കോളേജുകൾക്ക് എടുക്കാൻ കഴിയുന്നതാണ്. ഈ സത്യവാങ്മൂലത്തെ സംബന്ധിച്ചിടത്തോളം 4 ചോദ്യങ്ങൾക്കാണ് വിദ്യാർത്ഥികൾ മറുപടി നൽകേണ്ടതായിട്ടുള്ളത്. കോളേജുകളിൽ നിന്ന് ഏതെങ്കിലും കാരണത്താൽ ഡീബാർ ചെയ്തിട്ടുണ്ടോ, ഡീബാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്ന് വ്യക്തമാക്കണം. അതിനോടൊപ്പം തന്നെ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണോ, ഏതെങ്കിലും തരത്തിലേക്കുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമോ അല്ലാതെയോ ഉള്ള ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരാണോ ഇവർ എന്ന് വ്യക്തമാക്കണം. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളിൽ പ്രതിയായതിനെ തുടർന്ന് ശിക്ഷിക്കപ്പെടുകയോ പ്രതികളായി തുടരുകയോ ചെയ്യുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം. കൂടാതെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ക്രിമിനൽ കേസുകൾ പ്രതികളായി അത്തരത്തിൽ ശിക്ഷ നേരിട്ടിട്ടുണ്ടോ, ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ തന്നെ പരീക്ഷാ ക്രമക്കേടിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഉൾപ്പെട്ടത് മൂലം എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. പ്രവേശനം തേടുന്നതിന് തൊട്ട് മുന്നോടിയായി തന്നെ നൽകുന്ന സത്യവാങ്മൂലത്തിൽ ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ വിദ്യാർത്ഥികൾ രേഖപ്പെടുത്തണം. ഈ രേഖപ്പെടുത്തി നൽകുന്ന സത്യവാങ്മൂലം ലംഘിക്കപ്പെട്ടാൽ, ഈ സർക്കുലർ ലംഘിക്കപ്പെട്ടാൽ അതിൻ്റെ നടപടി കോളേജ് കൗൺസിലുകൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ആ വിദ്യാർത്ഥിയെ ഉൾക്കൊള്ളിക്കണമോ വേണ്ടയോ എന്ന കാര്യം കോളേജ് കൗൺസിലിന് തീരുമാനിക്കാവുന്നതാണ്. പിന്നീട് എന്തെങ്കിലും തരത്തിൽ സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് ചോദ്യം വന്നാൽ, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ബന്ധപ്പെട്ട കോളേജ് അധികൃതരാകും അതിൽ മറുപടി പറയാം.